മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്ന മലൈക്കോട്ട വാലിബൻ എന്ന മൂവി ഇന്നലെയാണ് കണ്ടത്. തിയേറ്ററിൽ പോയിട്ട് കണ്ടു. ഫസ്റ്റ് ഷോക്കാണ് കണ്ടത്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു ഫെയറി ടെയിൽ കൺസെപ്റ്റിലുള്ള ഒരു ഫാൻറ്റസി മൂവി. നല്ല രീതിയിൽ, വളരെ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു മൂവി. അത് വളരെ മോശം രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ പടം നമുക്ക് തീരെ രസിക്കുന്ന രീതിയിലല്ല എടുത്തു വച്ചിട്ടുണ്ട്. പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന രീതിയിലൊന്നുമല്ല ഈ പടം എടുത്തു വച്ചിട്ടുള്ളത്. മോഹൻലാൽ നമുക്കറിയാം, മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മോഹൻലാലിൻ്റെ പേരിൽ ഊറ്റം കൊള്ളുന്നവരാണ് മിക്ക മലയാളികളും. ഒരു 90% മലയാളികളും എന്തായാലും മോഹൻലാലിൻ്റെ മാത്രം കട്ട ഫാനുകളാണ്. വളരെ കുറച്ച് പേര് മാത്രമാണ് മമ്മൂട്ടിയുടെ ഒക്കെ ആരാധകരായിട്ട് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഒരു ആവറേജ് മലയാളി എന്തായാലും ഒരു മോഹൻലാൽ ഫാൻ ആയിരിക്കും. മോഹൻലാലിൻ്റെ വളർച്ച ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കണ്ട് നമുക്ക് അത്രക്കും ഇഷ്ടപ്പെട്ട, നെഞ്ചേറ്റിയ, കയ്യടിച്ച, അത്രക്കും മോഹൻലാലിൻ്റെ വിജയങ്ങൾ എൻജോയ് ചെയ്യുന്ന, അതിലപ്പുറം സെലിബ്രേറ്റ് ചെയ്യുന്ന മലയാളികൾ ഈ ഒരു പടം ഒരുപാട് പ്രതീക്ഷയോടെ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടാവുക. ഫാൻസ് ആണെങ്കിലും എല്ലാവരും മോഹൻലാലിൻ്റെ ഫാൻസൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ കട്ട ഫാൻസായിട്ടുള്ള ആൾക്കാർക്ക് പോലും തീരെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ പടം എടുത്തു വെച്ചിട്ടുള്ളത്. LJPനെ കുറിച്ച് പറയുകയാണെങ്കിൽ LJP എന്ന് പറഞ്ഞാൽ ക്ലാസിക് മൂവീസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. യാമീൻ പോലുള്ള പടങ്ങൾ, അതേപോലെ നൻപകൽ നേരത്ത് മയക്കം, അങ്ങനത്തെ നല്ല രീതിയിലുള്ള പടങ്ങൾ എടുത്തു വെക്കുന്ന, ചുരുളി പോലുള്ള പടങ്ങൾ, അങ്ങനത്തെ വെറൈറ്റി ഉള്ള നല്ല നല്ല പടങ്ങൾ എടുത്തു വെക്കുന്ന ഒരു ഗംഭീര ഡയറക്ടറാണ് ലിജോ ജോസ് പല്ലിശ്ശേരി, LJP. പക്ഷേ ഈ പടത്തിൽ അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്ത രീതി ശരിയായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ പരാജയമായിട്ട് തോന്നുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പടം എടുക്കാമായിരുന്നു. അത്രക്കും നല്ല കൺസെപ്റ്റ്, ഒരു ദ്വന്ദ്വയുദ്ധം, ഒരു ഡുവൽ, അതിൻ്റെ ബേസിസിലുള്ള ഒരു കഥ വളരെ മികച്ച രീതിയിൽ തന്നെ എടുക്കാമായിരുന്നു. ഓരോ സ്ഥലത്ത് പോയിട്ട് മോഹൻലാൽ ഫൈറ്റ് ചെയ്യുന്നു, അവിടെ കോൺക്വർ ചെയ്യുന്നു, അവിടെ കീഴടക്കുന്നു, അവിടുത്തെ അധിപനാവുന്നു, പിന്നെ ആ സ്ഥലം വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരു ഫെയറി ടെയിൽ പോലെ ഒരു നല്ലൊരു കൺസെപ്റ്റിൽ എടുക്കാൻ പറ്റുമായിരുന്ന കഥ, വളരെ മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്ന കഥ, ഈ കഥയുടെ ആവിഷ്കാരം അതേപോലെ അതിൻ്റെ എക്സിക്യൂഷൻ വളരെ മോശം രീതിയിലായി. അതുകൊണ്ട് തന്നെ ഈ പടം ഒരു വലിയ ഫ്ലോപ്പ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കൺവേ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. മെയിൻ പ്രശ്നമായിട്ട് ഇതിനകത്ത് തോന്നുന്നതെന്ന് വെച്ചാൽ വളരെ ലെങ്തിയായി പടം, വളരെ സ്ലോ ആയിട്ട് പേസിലാണ് പോകുന്നത്. ഒരു മാസ് പടത്തിനുള്ള ഫീലൊന്നും കിട്ടാത്ത രീതിയിൽ ഒരു വളരെ പതുക്കെ പോകുന്ന, കാണിച്ചത് തന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്ന, ഒരുപാട് മനം മടുപ്പിക്കുന്ന സീനുകൾ, ഒരുപാട് വലിച്ചു നീട്ടലുകൾ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫൈറ്റ് സീനുകളൊക്കെ മികച്ചതാണ്, വളരെ നല്ല രീതിയിൽ തന്നെ അതിനകത്തുള്ള ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് ലെങ്തി ഷോട്ടുകൾ അത് നമ്മളെ മനസ്സ് മടുപ്പിച്ച് കളയും. ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ട് ഇതിനകത്തുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ 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 എക്സലൻ്റ് ആയിട്ടുള്ളതാണ്. ഇതുവരെ മലയാള സിനിമയിൽ കാണാത്ത രീതിയിലുള്ള നല്ല ഷോട്ടുകളും അതേപോലെ തന്നെ നല്ല ആക്ഷൻ കൊറിയോഗ്രാഫി സീൻസുകളൊക്കെ ഈ പടത്തിൽ ഉണ്ടെങ്കിൽ പോലും പടത്തിൻ്റെ ലെങ്ത്ത് നമുക്ക് വളരെ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നും. അത്രക്കും വലിച്ചു നീട്ടിയ പോലെയുള്ള ഒരു ഫീലാണ് നമുക്കിത് കിട്ടും. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് BGM ആണ്. ഇത്രക്കും അരോചകമായിട്ടുള്ളൊരു BGM ഇപ്പം അടുത്ത കാലത്തൊന്നും ഒരു സിനിമയിൽ പോലും കേട്ടിട്ടില്ല. അത് അത്രക്കും നമുക്കിങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്ന രീതിയിലുള്ള വളരെ അരോചകമായിട്ടുള്ള, വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, എന്താ പറയുക, തലക്കിങ്ങനെ വട്ട് പേടിപ്പിക്കുന്ന രീതിയിലുള്ള അത്രക്കും അരോചകം എന്നുള്ള വാക്ക് തന്നെ പറയണം. ഒരു കാരണവശാലും നമുക്ക് എൻ്റർടൈൻ ചെയ്യിക്കാത്ത, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പോലും നമ്മളെ ത്രില്ലടിപ്പിക്കാത്ത രീതിയിലുള്ള വളരെ മോശം BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്രക്കും മോശമാണ്. അത് നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ല. 1-2 പാട്ടുകളുണ്ട്, അതിൽ പാട്ടൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവർക്ക് എടുത്തു വെക്കാനും പറ്റിയിട്ടുണ്ട്, തരക്കേടില്ല എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പണ്ടത്തെ ബാലനാടകങ്ങൾ, അങ്ങനത്തെ പാട്ട് പാടിയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊന്നും തരക്കേടില്ല, അഡ്ജസ്റ്റബിൾ ആണെന്നുള്ള രീതിയിൽ പറയാമെന്നല്ലാതെ ഈ പടത്തിൽ അത്രക്കൊരു ഇമ്പാക്റ്റ് ഒന്നും പടത്തിനകത്ത് ഇല്ലതാനും, അതേപോലെ തന്നെ അത് അത്ര ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒന്നും നമുക്ക് സമ്മാനിക്കുന്നില്ലെന്താനും. അതിനകത്തുള്ള വില്ലനായിട്ട് അഭിനയിക്കുന്ന ഡാനി സേട്ട് എന്ന് പറഞ്ഞ ആൾ, പുള്ളിക്കാരൻ്റെ ഒരു എന്താ പറയുക, മനം മടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചിരിയൊക്കെ ഉണ്ട്. അത് ആ പടത്തിൽ മിക്ക സമയത്തും അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് ഈ സൗണ്ട്, അദ്ദേഹത്തിൻ്റെ വല്ലാത്ത രീതിയിലുള്ള ഒരു ചിരിയൊക്കെ ഉണ്ട്. അതൊക്കെ ആദ്യം കേൾക്കുമ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ അങ്ങോട്ട് അവസാനമൊക്കെ ആകുമ്പോഴേക്കും അതങ്ങോട്ട് അത്രക്കും വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുക. അങ്ങനെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹരീഷ് പേരടി ചെയ്ത ഒരു റോളാണ്.
ഹരീഷ് പേരടി ഇതിനകത്ത് ആ ക്ലൈമാക്സ് സീനിലൊക്കെ അഭിനയിച്ച് വെച്ചിരിക്കുന്നത് എക്സലൻ്റ് ആണ്, വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. മോഹൻലാലൊക്കെ നല്ല ബോഡിയൊക്കെ അത്യാവശ്യം ഒതുക്കി നല്ല രീതിയിലുള്ളൊരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല കായിക മികവൊക്കെ ഉള്ള ഒരാൾ, നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരാൾ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ആക്ഷൻ സീൻസുകളാണെങ്കിൽ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല മെയ്വഴക്കത്തോടെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാവാഭിനയമാണെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ശരി, ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്തുള്ള ബാക്കിയുള്ള പല സീനുകളും ഓർത്തു വരുമ്പോൾ നമുക്ക് ഈ പടം ആകത്തുക നോക്കുമ്പോൾ വളരെ ഒരു മോശം ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയ പോലുള്ള ഒരു ഫീലാണ് നമുക്ക് വരാൻ പോണത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര നല്ല ആക്ടറാണെങ്കിലും ശരി, എത്ര മികച്ച ഡയറക്ടറാണെങ്കിലും ശരി, വളരെ നല്ല സപ്പോർട്ടിങ് ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എത്ര കണ്ട് തുക ഒരു പടത്തിന് വേണ്ടിയിട്ട് ആക്ഷൻ കൊറിയോഗ്രാഫിക്കാണെങ്കിലും ശരി, സപ്പോർട്ടിങ് ആക്ടേഴ്സിനാണെങ്കിലും ശരി, ജൂനിയർ ആർട്ടിസ്റ്റിനാണെങ്കിലും ശരി, മ്യൂസിക്കിനാണെങ്കിലും ശരി, ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും എഡിറ്റിങ്ങിനും VFXനും വേണ്ടിയിട്ടൊക്കെ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും എക്സിക്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ എക്സിക്യൂഷൻ എവിടെയെങ്കിലും പാളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത രീതിയിലാവും. ബേസിക്കലി ഈ പടം ഒക്കെ ഉദ്ദേശിക്കുന്ന ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് മൂവി, അല്ലെങ്കിൽ ആ ഒരു ജോണറിൽ വരുന്ന മൂവി എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മോഹൻലാലിൻ്റെ ഒരു മാസ് പെർഫോമൻസ് ഉദ്ദേശിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വെറൈറ്റി പെർഫോമൻസ് ഉദ്ദേശിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ എന്താ പറയുക ത്രില്ലിംഗ് ആയിട്ട് നിർത്തുന്ന രീതിയിലുള്ള, നമുക്ക് ഒരു എന്താ പറയുക അത്രയ്ക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ പടത്തിൽ നമുക്ക് കിട്ടുന്നത് വളരെ എന്താ പറയുക വളരെ മോശം ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത് എന്നുള്ളത് വിഷമിപ്പിക്കുന്ന കാര്യമാണ്. കാരണം മോഹൻലാലിൻ്റെ വിജയം മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മിക്ക മലയാളികളും എന്നിരിക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ എന്തിനും ഒരു പരാജയത്തിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പടത്തിലേക്ക് തല വെച്ച് കൊടുത്തു എന്നുള്ളൊരു ഫീലാണ് ഈ പടത്തിൽ കണ്ടു കഴിഞ്ഞ് നമുക്ക് ഇറങ്ങുമ്പോൾ തോന്നുക. പടത്തിനെ അവസാനിപ്പിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ പടം അവസാനിപ്പിക്കുന്നത്. പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ദയവായിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ ഈ ഒരു തെറ്റുകളൊന്നും ആവർത്തിക്കാതിരിക്കുക. വളരെ മികച്ച രീതിയിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യമാണ് അത്. കുറച്ചൊക്കെ സിനിമാറ്റിക് ആയിട്ട് കൺവേ ചെയ്യാൻ നോക്കുക, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുക. ഇത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്ന രീതിയിലുള്ള തീരെ അരോചകമായിട്ടുള്ള ചെവിയൊക്കെ ഇങ്ങനെ അലക്കുന്ന രീതിയിലുള്ള ഭയങ്കര ഷ്രിൽ സൗണ്ടുകളൊക്കെ വെച്ചിട്ടുള്ള BGM ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല, ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ദയവ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടെങ്കിലും നിങ്ങൾക്ക് മികച്ചതാക്കാൻ പറ്റും. ആ കാര്യത്തിൽ സംശയമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയൊക്കെയാണ്, ഒരു സ്റ്റോറി ലൈനൊക്കെയാണ് ഇത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ LJP പോലുള്ള ആൾക്കാർ ശ്രദ്ധിക്കുകയാണ്, ഇതിനകത്തെ മേക്കേഴ്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടെങ്കിലും ഈ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തിട്ട് അവർക്ക് നല്ല രീതിയിൽ ഈ പടം എടുക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ആവട്ടെ. സെക്കൻഡ് പാർട്ടെങ്കിലും ഈ ഒരു തെറ്റ് തിരുത്തി അവർ നല്ല രീതിയിൽ വരട്ടെ. അങ്ങനെ സെക്കൻഡ് പാർട്ട് നല്ല രീതിയിൽ വന്ന പടങ്ങൾ ഒരുപാട് നമ്മളെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആടിൻ്റെ രണ്ടാം ഭാഗം ആട് 2 ഒരു ഗംഭീര ഹിറ്റായിരുന്നു. ആടൊന്നും ആരും ശ്രദ്ധിക്കാതെ പോയൊരു പടമാണെങ്കിൽ പോലും ആട് 2 ഒരു ഗംഭീര ഹിറ്റായി മാറിയ പടമാണ്. അങ്ങനെ പല പല പടങ്ങളും ഉണ്ട്. ഫസ്റ്റ് പാർട്ടിന് അത്ര പ്രാധാന്യം നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ല, സെക്കൻഡ് പാർട്ട് വളരെ മികച്ച രീതിയിൽ തന്നെ എടുക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ മലയക്കോട്ട വാലിബൻ്റെ രണ്ടാം ഭാഗം വരുമ്പോഴെങ്കിലും ഈ മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുക, നല്ല രീതിയിലുള്ള ഒരു ഫിലിം പ്രേക്ഷകർക്ക് കിട്ടാൻ അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക, അല്ലെങ്കിൽ തയ്യാറാവുക. അതാണ് ചെയ്യേണ്ടത്. ഈ പടത്തിൻ്റെ വേർഡിറ്റ് പറയുകയാണെങ്കിൽ ഒരു 4 ഔട്ട് ഓഫ് 10 അത്രയൊക്കെയാണ് ഇതിന് സ്കോർ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആകെ അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള തോന്നുന്നത് മോഹൻലാലിൻ്റെ പെർഫോമൻസ്, അതേപോലെ തന്നെ ഹരീഷ് പേരടിയുടെ ഗംഭീര പെർഫോമൻസ്, സപ്പോർട്ടിങ് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, നല്ല രീതിയിലുള്ള ഇതിനകത്തുള്ള ആക്ഷൻ കൊറിയോഗ്രാഫി, അതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ഷോട്ടുകൾ, നല്ല നല്ല ഫ്രെയിമുകൾ. പക്ഷേ ഇതൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിൽ തന്നെ ഇതിനകത്തുള്ള അരോചകമായിട്ടുള്ള BGM, വളരെ ലെങ്തി ആയിട്ടുള്ള മൂവി, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു 4 ഔട്ട് ഓഫ് 10 എന്നുള്ള രീതിയിൽ നമുക്കിതിനെ സ്കോർ കൊടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ട്, നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ലെങ്കിൽ മാത്രം തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പടം ആണ് മലയക്കോട്ട വാലിബൻ.